ഇന്ന് നാരായണ ഗുരുവിൻ്റെ ജന്മവാർഷിക ദിനമാണ്. അത് 168-ാം ജന്മദിനമാണോ 170-ാം ജന്മദിനമാണോ എന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് ജനിച്ച വർഷത്തെ സംബന്ധിച്ച് 1854 1856 എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. നാരായണ ഗുരുവിൻ്റെ ജന്മവാർഷികം ആഘോഷിക്കുന്ന സന്ദർഭം ആണ് നാം വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ 150 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും ദളിത് ബഹുജനങ്ങൾ, കേരളത്തിലാണെങ്കിൽ ഈഴവർ, ദളിതർ, ആദിവാസികൾ ഇങ്ങനെയിടുന്ന മൊത്തം ജനസംഖ്യയിലെ 90% വരുന്ന ജനങ്ങൾ വളരെ സംഘർഷാത്മകമായ സമരങ്ങളിലൂടെയും ആശയപരമായ മുന്നേറ്റങ്ങളിലൂടെയും നേടിയെടുത്ത അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ മൂന്നാമതും തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഒരു കാലഘട്ടത്തിലാണ് നാരായണ ഗുരുവിൻ്റെ ജന്മവാർഷികം നാം ആഘോഷിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഹിന്ദു ഫാസിസ്റ്റ് ശക്തികൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക്, രാഷ്ട്രീയ മേഖലയെ കൊളനൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എത്ര ഊർജിതമായി നടത്തിയിട്ടും വേണ്ടത്ര ഫലം കിട്ടിയിട്ടില്ല. അതിന് ഇന്ന് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയെ ഹിന്ദു ഫാസിസത്തിന് അടിയറ വയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കൺ ആയ നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയും ആത്മീയ പുരുഷനുമാക്കി മാറ്റുക എന്ന ഒരു സവർണ ഹിന്ദു ഫാസിസ്റ്റ് കോൺസ്പിറസിയുടെ ഇര കൂടിയാണ് നാരായണ ഗുരു എന്ന് നാം മനസ്സിലാക്കണം. കേരളത്തിൻ്റെ അറുവളി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അയ്യങ്കാളിക്കും സഹോദരൻ അയ്യപ്പനും ഒപ്പം നിന്നുകൊണ്ട് കേരളത്തിന് അറുവളിക്ക് നേതൃത്വം കൊടുത്ത നാരായണ ഗുരു കേരളത്തിന് മേലുള്ള ഹിന്ദു ഫാസിസ്റ്റ് അധിനിവേശത്തെ പ്രതിരോധിച്ചിരുന്ന ഏറ്റവും വലിയ ഭൗതികവും ആശയപരവുമായ ശക്തി. ആ ശക്തിയുടെ പല്ല് കൊഴിക്കുക എന്ന് പറഞ്ഞാൽ നാരായണ ഗുരുവിനെ കേരളത്തിൻ്റെ ദളിത് ബഹുജനങ്ങൾ നടത്തിയ ഐതിഹാസികമായ അറുവളി പ്രസ്ഥാനത്തിൽ നിന്ന് അടർത്തി മാറ്റുകയും ഹിന്ദു ഫാസിസത്തിൻ്റെ ഒരു ഐക്കോണായി അല്ലെങ്കിൽ പാന്തിയനിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹിന്ദു ഫാസിസ്റ്റ് കോൺസ്പിറസിയുടെ ഇരയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു വശത്ത് കേരളത്തിൻ്റെ അറുവളി പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനത്തുള്ള നാരായണ ഗുരുവിനെ കേരളത്തിലെ ദളിത് ബഹുജനങ്ങൾ, ഈഴവരുൾപ്പെടെയുള്ള ബഹുജനങ്ങൾ അവരുടെ ഏറ്റവും വലിയ നേതാവും ഏറ്റവും വലിയ ഇമേജുമായി ആരാധിക്കുമ്പോൾ അവർ മറന്നുപോകുന്ന ഒരു കാര്യം, ഇന്ന് നാരായണ ഗുരു ഏത് ജനവിഭാഗങ്ങളാണോ ആരാധിക്കുന്ന ആ ജനവിഭാഗങ്ങളെ വീണ്ടും പഴയ ജാതി വംശീയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദു ഫാസിസ്റ്റ് ശക്തികളുടെ ഇരയായി മാറിയിരിക്കുന്നു എന്ന വളരെ പാരഡോക്സിക്കലായ സിറ്റുവേഷനിലാണ് നാരായണ ഗുരുവിൻ്റെ ഈ ജന്മവാർഷികം നാം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ നാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒക്കെ അറുവളി പാരമ്പര്യം ഏറ്റെടുത്തിരിക്കുന്ന, അറുവളി പാരമ്പര്യം പിന്തുടരുന്ന കേരളത്തിലെ ദളിത് ബഹുജനങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികൾ നാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഒക്കെ തന്നെ ഹൈന്ദവവൽക്കരിക്കാൻ നടത്തുന്ന ഈ പ്രത്യശാസ്ത്രപരവും രാഷ്ട്രീയവും സംഘടനാപരവും ആചാരപരവുമായ ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുകയും അതിനെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നേരിടുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിൻ്റെ ജന്മദിനാഘോഷത്തിൽ നാം നടത്തേണ്ട ഏറ്റവും വലിയ പ്രവർത്തനം, ചിന്താപരവും പ്രായോഗികമായ പ്രവർത്തനം. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഏതൊക്കെ തരത്തിലാണോ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികൾ, സവർണ ശക്തികൾ നാരായണ ഗുരുവിനെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവോ അതിനാവശ്യമായ ഇന്ധനവും അസംസ്കൃത പദാർത്ഥവും കൊടുക്കുന്ന തരത്തിലാണ് നാരായണ ഗുരുവിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, SNDPയുടെയും ശിവഗിരിയിലെയും ആളുകൾ ഇന്ന് നാരായണ ഗുരുവിനെ പറ്റിയുള്ള ഒരു ചിത്രം നമുക്ക് മുൻപിൽ തരുന്നത്. പലപ്പോഴും ഇന്ന് നാരായണ ഗുരു കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ ഏതാണ്ട് 96 വർഷം മുമ്പ് മരിച്ച ഒരു മനുഷ്യനാണ് നാരായണ ഗുരു. അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു മിസ്റ്ററിയുടെയും ദുരൂഹതയുടെയും ആവശ്യമില്ലാത്തതാണ്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെയോ അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെയോ ഒക്കെ തന്നെ പ്രാചീനത പേറുന്ന ഒരു മനുഷ്യനല്ല. ഒരു നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ ഇടയിൽ ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാ വ്യക്തമായ ധാരണകളും നമുക്കുണ്ട്. ഒരു മിസ്റ്ററിയുടെ ആവശ്യം. പക്ഷേ നാരായണ ഗുരുവിന് പരമാവധി നാരായണ ഗുരുവിൻ്റെ ജീവിതത്തെയും മരണത്തെയും ഒക്കെ മിസ്റ്റിഫൈ ചെയ്യുകയും നാരായണ ഗുരുവിനെ ഒരു ഹൈന്ദവ പാന്തിയോണിലെ ഒരു അവതാര പുരുഷനാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനം ഒരുപക്ഷെ RSS സംഘപരിവാർ ശക്തികളെക്കാൾ മുന്നേ, അതിനേക്കാൾ നേരത്തെ ആരംഭിച്ചത് നാരായണ ഗുരുവിൻ്റെ ഈ പാരമ്പര്യം പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന ശിവഗിരിയും SNDPയുമാണ് എന്നത് കേരളത്തിലെ ദളിത് ബഹുജനങ്ങളുടെ പുതിയ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് വളരെ ദുഃഖവും രോഷവും ഉളവാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ, നാരായണ ഗുരു മൂർത്തി, ഇങ്ങനെ ബ്രാഹ്മണന്റെ പര്യായങ്ങളായ പദങ്ങൾ കൊണ്ടാണ് നാരായണ ഗുരുവിനെ സമീപകാലത്ത് വിശേഷിപ്പിക്കുന്നത്.
കാരണം നാരായണ ഗുരുവിൻ്റെ പേരിന് മുൻപിലും പിറകിലുമുള്ള ശ്രീ ഗുരു എന്ന ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ബ്രാഹ്മണന്റെ പര്യായ പദങ്ങളാണ്. നാരായണ ഗുരുവിന് യഥാർത്ഥത്തിൽ നാരായണ ഗുരു ഒരു ചരിത്ര ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നാരായണൻ എന്നോ നാണു ആശാൻ എന്നോ വിളിച്ചാൽ മതി. പക്ഷെ നമുക്ക് അതിന് കഴിയാത്തത്, നാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള പല കത്തിടപാടുകളിലും സ്വയം നാരായണ ഗുരു എന്ന് എഴുതി ഒപ്പിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ പേര് മാറ്റാൻ നമുക്ക് അവകാശമില്ല. അത് ഭേദഗതി ചെയ്യാൻ നമുക്ക് അവകാശമില്ലാത്തത് കൊണ്ട് നാരായണ ഗുരുവിനെ കേരളത്തിന് അറുവളിയുടെയും ജാതി വിരുദ്ധ കലാപത്തിൻ്റെയും ജാതി വിരുദ്ധ വിപ്ലവത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നാരായണ ഗുരു എന്ന് മാത്രം വിളിക്കുന്നതാണ് അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും ആദരപൂർവമായ ഒരു കാര്യം. പക്ഷെ അതിനു പകരം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അദ്ദേഹത്തെ ഒരേ സമയം ഹൈന്ദവ ദൈവഗണങ്ങളിൽപ്പെട്ട ഒരാളാക്കുകയും ഒരു ഋഷി പരമ്പരയിലെ ഒരു മൂഢസന്യാസിയാക്കുകയും ഇപ്പോൾ ദൈവമാക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അദ്ദേഹം നിരാകരിച്ച ക്ഷേത്രങ്ങളിലെ ഒരു പ്രതിഷ്ഠയുടെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അധപതിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെ നാരായണ ഗുരുവിനെ അവരുടെ സവർണ പാൻതിയനിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അതിനു വേണ്ട ഇന്ധനവും വെള്ളവും വായുവും എല്ലാം കൊടുക്കുന്ന സവർണരെ സംബന്ധിച്ചിടത്തോളം ചട്ടുകങ്ങളുടെ ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ശിവഗിരിയും SNDPയും അധപതിച്ചിരിക്കുന്നു എന്നത് കേരളത്തിൻ്റെ ഈ ദളിത് ബഹുജൻ റവല്യൂഷണറി എൻലൈറ്റൻ മൂവ്മെൻറ്റിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് വളരെ രോഷമുളവാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നാരായണ ഗുരുവിനെ നമുക്ക് ലിബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാരായണ ഗുരു എന്ന് പറയുന്ന രാഷ്ട്രീയ ചിന്തകനെയും നാരായണ ഗുരു എന്ന് പറയുന്ന എൻലൈറ്റൻമെൻറ്റ് തിയററ്റീഷ്യനെയും നാരായണ ഗുരു എന്ന് പറയുന്ന ദളിത് ബഹുജൻ റവല്യൂഷണറിയെയും നാരായണ ഗുരു എന്ന് പറയുന്ന അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ പോരാളിയെയും വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നാം ഇന്ന് നാരായണ ഗുരുവിന് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഇമേജ്, ആത്മീയതയുടെ ഇമേജ്, സന്യാസിയുടെയും ഋഷിവര്യൻ്റെയും ഇമേജ്, ഇതെല്ലാം നാം നിർദ്ദയമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നാരായണ ഗുരുവിന് ഇങ്ങനെ സന്യാസിയും ദൈവവും ആക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും യഥാർത്ഥത്തിൽ ഈ അനുയായികൾ ഉൾപ്പെടുന്ന ഈഴവ സമുദായത്തിൻ്റെ ശത്രുക്കളായ സവർണർക്കും കഴിയുന്നത് എന്ന് നാം ആലോചിക്കണം. കാരണം നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് 20 വയസ്സിലോ മറ്റോ അദ്ദേഹം വീട് വിട്ടു പോവുകയും തെക്കൻ തിരുവിതാംകൂറിലെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ഈ അദ്ദേഹത്തിൻ്റെ വാണ്ടറിങ് സ്റ്റേജിൽ അലച്ചിൽ ഘട്ടത്തിൽ പല സെക്റ്റുകളിൽപ്പെട്ട യോഗിവര്യന്മാർ, സന്യാസിമാർ, താപസന്മാർ എന്നൊക്കെ പറയുന്ന ആളുകളുടെ കൂടെ അദ്ദേഹം ഇടപഴകി ജീവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8-10 വർഷക്കാലത്തോളം അദ്ദേഹത്തിൻ്റെ ഈ അലച്ചിൽ ഘട്ടത്തിൽ ശൈവ സന്യാസിമാർ, ശാക്തേയന്മാർ, ശൈവ സിദ്ധാന്തത്തിൽപ്പെട്ട ആളുകൾ, വേദാന്തികൾ, യോഗാചാര്യന്മാർ, ഇങ്ങനെ പല ആളുകളുടെ കൂടെ അദ്ദേഹം ജീവിക്കുകയും അവരുടെയൊക്കെ തന്നെ ആശയ ലോകത്തെ അദ്ദേഹം പലതരത്തിൽ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് എൻ്റെതായ രീതിയിൽ സംശീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് 1888 അദ്ദേഹം അരുവിപ്പുറത്ത് വരികയും 1888 അവിടെ ഈശ്വര പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ആ പ്രതിഷ്ഠയെക്കുറിച്ച് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ഈഴവശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകളുണ്ട്. പക്ഷേ നാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ഈഴവശിവനെയാണോ നമ്മുടെ ശിവനെയാണോ എന്നതിനേക്കാൾ പ്രധാനം ലോകത്തിൽ ഇന്ന് വരെ ഒരു ആരാധനാ കേന്ദ്രത്തിലും രേഖപ്പെടുത്താത്ത ഒരു പ്രസ്താവന അദ്ദേഹം അവിടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ആ അരുവിപ്പുറം സംഭവത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും മതേതരവുമായ പ്രാധാന്യം. കാരണം അവിടെ ഒരു സാധാരണ ഒരു പ്രതിഷ്ഠ, ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലാണെങ്കിൽ അതൊരു റിലീജിയസ് ആക്ടിവിറ്റിയാണ്. പക്ഷേ അദ്ദേഹം ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുന്ന റിലീജിയസ് ആക്ടിവിറ്റിയോടൊപ്പം അദ്ദേഹം രേഖപ്പെടുത്തിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വ മതസ്ഥരിലും പെട്ട മുഴുവൻ ആളുകൾക്കും ഫ്രറ്റേണിറ്റിയോടെ കൂടാനും ഒത്തുകൂടാനും ജീവിക്കാനും പറ്റുന്ന ഒരു സെക്കുലർ സ്പേസ് ആണെന്ന ഡിക്ലറേഷനിലൂടെ ആണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വശത്ത് ഒരേ ഇവന്റ് ക്ഷേത്രസ്ഥാപനത്തിൻ്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഇവന്റ്, എന്നാൽ അദ്ദേഹം തന്നെ നടത്തിയ ക്ഷേത്രസ്ഥാപനം എന്ന ഈവന്റിനെ അദ്ദേഹം തന്നെ തൽക്ഷണം റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. മാതൃകാസ്ഥാപനം, മനുഷ്യ സാഹോദര്യം പ്രഖ്യാപിക്കുന്ന മാതൃകാസ്ഥാപനം എന്ന് വന്ന സെക്കുലർ സ്പേസ് ആണിത് എന്ന ഡിക്ലറേഷനിലൂടെ നാരായണ ഗുരു തൽക്ഷണം ഒരു പ്രതിഷ്ഠാപനവും പ്രതിഷ്ഠാ ലംഘനവുമാണ് നടത്തുന്നത്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തിന് അനുയായികൾക്ക് അത് ആദ്യത്തെ കാര്യം മാത്രമേ, ക്ഷേത്രപ്രതിഷ്ഠയുടെ കാര്യം മാത്രമേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളൂ. ഈ ക്ഷേത്രപ്രതിഷ്ഠയെ നാരായണ ഗുരു തൽക്ഷണം റദ്ദാക്കിയ ഈശവ ശിവ പ്രതിഷ്ഠയേക്കാൾ റവല്യൂഷണറിയായ അദ്ദേഹത്തിൻ്റെ ആ ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആ തോട്ട് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടുപോയി. അവിടെ നിന്നാണ് നാരായണ ഗുരുവിനെ പറ്റിയുള്ള തെറ്റായ, നാരായണ ഗുരു താൻ എന്തല്ലയോ
എന്തല്ല എന്ന് പറയാൻ ആഗ്രഹിച്ചോ അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മേലിലേക്ക് ഇമ്പോസ് ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും അദ്ദേഹത്തിന് അനുയായികൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചത്. അതിനുശേഷം അദ്ദേഹം തെക്കൻ തിരുവിതാംകൂറിൽ പല സ്ഥലങ്ങളിൽ ഈഴവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില മാടൻ, മറുത, കാളി ഇങ്ങനെയൊക്കെയുള്ള ഈ സവർണരുടെ ദൈവസങ്കല്പങ്ങളുടെ അടിസ്ഥാനം നോക്കി ദുർദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുകയും പല സ്ഥലങ്ങളിലും പോയി ഇത്തരം ദുർദേവതാ ബിംബങ്ങളെ അദ്ദേഹം എടുത്ത് പുറത്തു കളയുകയൊക്കെ ചെയ്തിട്ട് അതിനുശേഷം അദ്ദേഹം പലയിടത്തും ഈ സവർണ പാൻതിയോണിൽപ്പെട്ട ചില ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലരും ചില വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ദളിത് ബഹുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന തനത് ആരാധനാക്രമങ്ങളെയും തനത് ദൈവങ്ങളെയും ഒക്കെ തനത് ആരാധനാമൂർത്തികളെയും നാരായണഗുരു ബഹിഷ്കരിക്കുകയും ആ സ്ഥാനത്ത് സവർണ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു വന്നത്. പ്രത്യക്ഷത്തിൽ ഈ വിമർശനം ശരിയാണ്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. കാരണം ഈ ദുർദേവതകളെന്ന് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വ്യവഹരിക്കപ്പെട്ടിരുന്ന മാടൻ, മറുത, കാളി, ഭദ്രകാളി എന്നൊക്കെ പറയുന്നത് സവർണർ അനുവദിച്ചു കൊടുത്ത ആരാധന സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഇതിനെ ആരാധിച്ചാൽ മതി, ഞങ്ങളുടെ ദൈവങ്ങൾ ശിവൻ, കൃഷ്ണൻ, ഗണപതി ഇതിനെയൊന്നും ആരാധിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന സവർണ വിലക്കിനെയാണ് ലംഘിക്കാൻ വേണ്ടിയാണ് നാരായണഗുരു ഏതൊക്കെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും അതിനെ ബലമായി ആരാധിക്കാനുള്ള ഒരു ആചാരദംസനം ആണ് ഈ സവർണ ദൈവങ്ങളെ ആരാധിക്കണമെന്ന് പറയുന്നതിലൂടെ നാരായണഗുരു ചെയ്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ 60 ചില്ലുവാനും ക്ഷേത്രങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി. അവസാനം കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഏതാണ്ട് 15 കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആളുകൾ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാരായണഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ നാരായണഗുരു 1917 വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അദ്ദേഹം പറയുന്നുണ്ട്, കുറേ നാളുകൾക്ക് മുൻപ് നാം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് ആളുകളെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അന്ന് ക്ഷേത്രങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ അടുത്ത് ക്ഷേത്രങ്ങൾ വേണ്ട, വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അവർ പോയിട്ട് വീണ്ടും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ടി ഞാൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ ക്ഷേത്രങ്ങൾ ഇന്ന് ഒരു പ്രയോജനവുമില്ലാത്ത വവ്വാലിൻ്റെ ആലയങ്ങളായി ദുർഗന്ധം വമിക്കുന്ന സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞു. മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിന് പകരം മനുഷ്യരെ കൂടുതൽ കൂടുതൽ വിഭജിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വിരുദ്ധമായ സ്ഥാപനങ്ങളായി ഞാനുണ്ടാക്കിയ ക്ഷേത്രങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി മേലാൽ ക്ഷേത്രം ഉണ്ടാക്കാൻ പാടില്ല, ഇനി വേണ്ടത് വിദ്യാലയങ്ങളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുക. അതിനുശേഷം അദ്ദേഹം കേരളത്തിലും അത് മറ്റൊരു സ്ഥലത്തും അദ്ദേഹം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തെ പറ്റി തന്നെയുള്ള അദ്ദേഹം ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ പോലും ക്ഷേത്രത്തെ സംബന്ധിച്ച് നാരായണഗുരുവിനുണ്ടായിരുന്ന സങ്കല്പം ഈ പരമ്പരാഗതമായ സവർണ ക്ഷേത്ര സങ്കല്പങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാല വേണം, കളിസ്ഥലങ്ങൾ വേണം, ആളുകൾക്ക് ഒത്തുകൂടിയിരുന്ന് ചർച്ച ചെയ്യാനുള്ള സ്ഥലങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളെ ഡിവിനൈസ് ചെയ്യുക. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ പുണ്യസ്ഥാപനമല്ല. അതുകൊണ്ടാണ് അവിടെ വായനശാല വേണം, കളിസ്ഥലം വേണം, സാങ്കേതികവിദ്യ അഭ്യസിക്കാനുള്ള സംവിധാനങ്ങളും വർക്ക്ഷോപ്പുകളും ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സംവിധാനത്തെയാണ് നാരായണഗുരു ക്ഷേത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. അപ്പോൾ നാരായണഗുരു ക്ഷേത്രങ്ങൾ പരമ്പരാഗതമായി നമുക്ക് ക്ഷേത്രമെന്ന് വിളിക്കാമെങ്കിൽ പോലും നാരായണഗുരുവിൻ്റെ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ പരമ്പരാഗത സവർണ ക്ഷേത്ര സങ്കല്പങ്ങൾക്കെതിരായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അതിനുശേഷവും അദ്ദേഹം ഈ ക്ഷേത്ര നിർമ്മാണം ഇനി ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് അനുയായികൾക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ സബ്വേഴ്സീവായിട്ടുള്ള ഉള്ളടക്കം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം 1917 വളരെ റാഡിക്കലായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരസ്യം ചെയ്തു. അത് ഇതാണ്, നമ്മൾ ഇന്ന് കേൾക്കുന്ന ജാതിയില്ലാ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം, ഒരു ഡിക്ലറേഷൻ. അത് യഥാർത്ഥത്തിൽ നാരായണഗുരു എഴുതി പ്രബുദ്ധ കേരളം എന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ, കൊല്ലത്തുനിന്ന് ഇറങ്ങുന്ന പ്രസിദ്ധീകരണത്തിന് പത്രാധിപർക്ക് അയച്ച ഒരു കത്താണിത്. ആ കത്തിൽ നാരായണഗുരു സ്വയം ശീർഷകം എഴുതിയിട്ടില്ല. ജാതിയില്ല വിളംബരം എന്ന ശീർഷകം നാരായണഗുരുവിൻ്റെതല്ല. നാരായണഗുരു എഴുതിയത് നാം നേരത്തെ തന്നെ ജാതി വിട്ടതാണല്ലോ, ഇപ്പം മതവും വിട്ടിരിക്കുന്നു, ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധീകരിക്കണം എന്ന് പത്രാധിപരോട് അഭ്യർത്ഥിക്കുന്നു. നാരായണഗുരു ഒപ്പ്. ഇതായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം. പക്ഷെ അന്ന് ഈ 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്രാധിപർക്ക് ഒരു മനുഷ്യൻ മതം ഉപേക്ഷിക്കുന്നു, ജാതി ഉപേക്ഷിക്കാം, പക്ഷെ മതം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയിൽ നിന്നാണ് ആ പത്രാധിപർ അതിനൊരു ടൈറ്റിൽ കൊടുത്തത് ജാതി ഇല്ല വിളംബരമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നാരായണഗുരു ഞാൻ മതം ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നാരായണഗുരു അർത്ഥമാക്കിയിരിക്കുന്നത് നാരായണഗുരുവിനെ അന്ന് 1917 ആകുമ്പോഴേക്കും ഒരു ഹിന്ദു മത
പരിഷ്കർത്താവ്, ഹിന്ദുമത സന്യാസി, ഹിന്ദുമത പുനരുദ്ധാരകൻ, ഹൈന്ദവ ആത്മീയവാദി എന്നൊക്കെയുള്ള ഇമേജുകളാണ് നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായവും കേരളത്തിൻ്റെ പൊതുസമൂഹവും ഒക്കെ തന്നെ വീക്ഷിച്ചിരുന്നത്. അപ്പം ഈ ധാരണ തിരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഞാൻ മതവും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം ഉപേക്ഷിച്ചു എന്നുള്ളതല്ല. എന്നെ ഹിന്ദുമതത്തിന് ആളുകളായി നിങ്ങൾ കാണുന്നുവെങ്കിൽ ഞാൻ ഹിന്ദുമതം ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നിൽ നിങ്ങൾ ആരോപിച്ച് ഇമ്പോസ് ചെയ്തിട്ടുള്ള ഹിന്ദുമത വിശ്വാസിയല്ല ഞാൻ എന്നതാണ് ഈ ഹിന്ദു മതവും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതിലൂടെ നാരായണ ഗുരു പൊതുജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആ ജാതിയില്ലാ വിളംബരം എന്ന പേരിൽ പിന്നീട് പ്രചരിച്ച ആ പ്രസ്താവനയെ, ആ ഡിക്ലറേഷൻ യഥാർത്ഥത്തിൽ ഹിന്ദുമതമില്ലാ വിളംബരം എന്ന ടൈറ്റിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഹിന്ദുമതം എന്ന ഒരു സാധനം, ഒരു എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പിന്നീട് പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് അനുയായികൾ സി വി കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ, മറ്റു പല ആളുകളുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു പരമമായ തട്ടിപ്പാണ്, അങ്ങനെ ഒരു സാധനം നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ഹിന്ദുമതത്തിൻ്റെ ആചാര്യനും ഹിന്ദുമതത്തിൻ്റെ ഒരു ഹൈന്ദവ സന്യാസിയും ഹൈന്ദവാത്മീയതയുടെ വ്യക്തവും ഒക്കെ ആക്കാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളായ ശിഷ്യന്മാർ ശ്രമിച്ചിരുന്നു എന്നത് ഇന്ന് നമുക്ക് ഖേദത്തോടെ ഓർക്കേണ്ടി വരും.